രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. ഇലക്ട്രൽ ബോണ്ടുകളിലെ രഹസ്യാത്മക സ്വഭാവം രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയെ ബാധിക്കുകയും വോട്ടർമാരുടെ വിവരാവകാശം ലംഘിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇന്ന് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി സ്വീകരിക്കുന്ന നിലപാട്? രജനി, 2017 ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ലോക്സഭയിൽ ഇത്തരമൊരു നിയമം കൊണ്ടുവന്ന് അത് പാസാക്കിയത്. അതായത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് അതൊരു ബോണ്ട് രൂപേണ ആയിരിക്കണം. അത് ആ ബാങ്ക് ബോണ്ട് ഇഷ്യൂ ചെയ്യണം എന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നത് നിയമമായതും. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് CPM അടക്കം ഒരു കൂട്ടം സംഘടനകളാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 3 മാസം മുമ്പ് ഇതിന്റെ വാദം പൂർത്തിയായതാണ്. അതായത് പ്രധാനമായും രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയെ ഇത് ബാധിക്കുന്നു, അതേപോലെ തന്നെ വോട്ടർമാരുടെ വിവരാവകാശം ഇത് ലംഘിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയിൽ CPM അടക്കമുള്ള സംഘടനകൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി ഫയൽ ചെയ്തത്. 3 മാസം മുമ്പ് വാദം പൂർത്തിയായി. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള സഞ്ജീവ് ഖന്ന, അതേപോലെ തന്നെ BR ഗവായ്, JB പർദീപ് വാല, അതേപോലെ തന്നെ മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇന്ന് വിധി പറയുന്നത് സുപ്രധാനമായ ഒരു വിധിയായിരിക്കും. അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഇനി തുടർന്ന് മുന്നോട്ട് ഏതു തരത്തിൽ പോകണമെന്നുള്ളതിന്റെ അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കി അത് സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരുപക്ഷെ സുപ്രീം കോടതി വിധി എന്നാണ് മുതിർന്ന അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. ഇത് നിലവിൽ നിയമമായതിനാൽ തന്നെ അതിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ വീണ്ടും അത് പാർലമെന്റിലേക്ക് ആ വിഷയം വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത് കോടതിയിൽ തന്നെ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ വിധി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.